അങ്ങനെ അവിടുന്ന് ഞാൻ ടാക്സിയിൽ കയറി നേരെ മസാരി ഷെരീഫിലോട്ട് പോവുക. ഒരു 4 മണിക്കൂറുള്ള ഒരു യാത്ര. പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ ആയിരുന്നു പോണ വഴിക്ക്. കുറച്ച് നല്ല റോഡ്, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. അങ്ങനെ മസാരി ഷെരീഫിൽ എത്തിയപ്പോഴാണ് ഞാൻ സിം കാർഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ യാത്രയിൽ ഏറ്റവും വിവാദമായ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അവിടെ ഇതേപോലെ കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരത്തിൽ വരുന്നൊരു ആപ്ലിക്കേഷനാണ് കൗച്ച് സർഫിംഗ്. അതെന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്ന ഓരോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, അവരെ വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ അവർ നമ്മൾ ആ ഏരിയ കാണിച്ചു തരിക, അവർ ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൗച്ച് സർഫിംഗ്. അപ്പോൾ അതുപോലെ ഞാൻ അഫ്ഗാനിസ്ഥാനെ നോക്കിയപ്പം അവിടുന്ന് പരിചയപ്പെട്ട ഒരുത്തനാണ്. അവൻ്റെ പേര് നിസാർ എന്നോ മറ്റോ ആണ് കേട്ടോ. അപ്പം അവൻ വരുന്നു, എന്നെ കൂട്ടാൻ വരുന്നു. അവൻ എന്നെ കൂട്ടി എനിക്ക് സിം കാർഡൊക്കെ എടുത്ത് തരുന്നു. പക്ഷെ അവൻ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഓൻ ഉസ്ബെക്കിസ്ഥാനിൽ പോകും. ഓൻ ജോലി ചെയ്യുന്നു ഉസ്ബെക്കിസ്ഥാനിലാണെന്നുള്ളത്. പിന്നെ എന്നോട് പറഞ്ഞ് ഇവിടെ ഹോട്ടലിൽ നിൽക്കാം. അങ്ങനെ ഞാൻ ഹോട്ടൽ എടുക്കുന്നു. ഏകദേശം 1200 1500 രൂപ മറ്റോ ആണ് അന്ന് ഹോട്ടലിലായത്. നല്ലൊരു റൂം, കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഹോട്ടലുകാരോട് ഭയങ്കര പരിചയത്തിലായിരുന്നു. അവരിങ്ങനെ യൂട്യൂബറാണ്, പിന്നെ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എല്ലായിടത്തും ഞാൻ പറയുന്ന കഥ ഹിന്ദി അറിയില്ല. ഇവർ എല്ലാവരും ഫസ്റ്റ് ചോദിക്കുക ഷാരൂഖ് ഖാൻ എന്ത് ചെയ്യുന്നു, പിന്നെ കാജോൾ എന്ത് ചെയ്യുന്നു, അമിതാഭ് ബച്ചൻ എന്ത് ചെയ്യുന്നു എന്നാണ് ഇവർക്കറിയാം. ഇവർക്കറിയുന്ന ഹിന്ദി മൂവീസ്, ഹിന്ദി പാട്ട്. പിന്നെ അവരോടായിട്ട് കമ്പനി ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മെയിനായിട്ട് വന്നത് എനിക്ക് താലിബാൻ്റെ കൂടെ വീഡിയോ എടുക്കണം. ഞാൻ താലിബാനൊക്കെ കാണുന്നുണ്ട്. താലിബാൻ്റെ കൂടെ വീഡിയോ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്കൊക്കെ പിടിച്ച് വീഡിയോ എടുക്കണം, കാരണം വൈറലാവണം. ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഞാൻ അവരോട് എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ ഇപ്പോൾ തന്നെ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇവർ ചുമ്മാ എന്നെ അങ്ങോട്ട് തള്ളി ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ എന്നോട് പറഞ്ഞ് ഒരു 7 മണിക്ക് ശേഷം പോയാൽ മതി എന്ന് ചോദിച്ചു. രാത്രിയാണ്. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെ വിളിക്കില്ലാന്ന്. ഒരു 7:30 ആയപ്പോൾ ഇവർ വന്നിട്ട് ഡോറ് മുട്ടിയിട്ട് പറഞ്ഞ് ബാബു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ എൻ്റെ പുതിയ ജുബ്ബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് താലിബാൻ്റെ ലുക്ക് പോലെ ജുബ്ബൊക്കെ ഇട്ട്, താലിബാൻ്റെ ലുക്കല്ല അഫ്ഗാനി ലുക്ക്, പിന്നെ കറുപ്പ് ജുബ്ബയും കറുപ്പ് ഇതൊക്കെ ഇട്ട് നേരെ കുളിച്ച് കുട്ടപ്പനായിട്ട് നേരെ പോവുക. ഇവരെന്നോട് പറഞ്ഞു ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഒരു കമാൻഡിങ് ഓഫീസ് ഉണ്ട്, അവിടെ പോവാ വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3 ആൾ, ആ ഹോട്ടലിൻ്റെ മാനേജറും അയാളൊരു ഫ്രണ്ടും ഞാനും നേരെ ഓട്ടോറിക്ഷ കയറി അവിടെ പോയി ഇറങ്ങുന്നു. പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ. ഇപ്പോൾ താലിബാൻ്റെ കൺട്രോളിലാണല്ലോ. അവിടെ ചെല്ലുന്നു. രാത്രി ഒരു 7:45 ആ ഒരു ടൈമായിട്ടുണ്ടാവും. അങ്ങനെ കയറി ഉള്ളിലങ്ങോട്ട് കയറി പുറത്തുനിന്ന് കാണുന്ന ഭംഗിയല്ല, ഉള്ളിൽ സെറ്റപ്പ്, AC അടിപൊളി, ചുറ്റും ഇങ്ങനെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നടുവിൽ മുന്നിൽ ഒരു വലിയ ഇവിടുത്തെ ഒരു DGP ഒക്കെ ഇരിക്കുന്ന പോലെ IPS ഓഫീസറൊക്കെ ഇരിക്കുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവില്ലേ, അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പിലാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ മൊത്തം ആ സമയത്ത് പറഞ്ഞത് 65 ആൾക്കാരുണ്ട്. ആ പിന്നെ കമാൻഡിങ് ഓഫീസറുടെ അണ്ടറിൽ 65 പിന്നെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ലെറ്ററൊക്കെ കൊടുത്ത് അവർക്ക് കാണിച്ചു. അപ്പം അവർ എല്ലാം ഓക്കെ ആയി. അതിനുശേഷമാണ് പിന്നെ എനിക്ക് അവർ നല്ലൊരു ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം താലിബാനിലെ ആൾക്കാരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് ബട്ടർ നാൻ, അതുപോലെ തൈരിന് അവിടെ എന്താ ചക്കാന്നോ അങ്ങനെ എന്തോ ആണ് പറയുക അവർ. കുറച്ച് പേര് കേട്ടോ, ഞങ്ങളൊരു 10 പേര് ഭക്ഷണം കഴിക്കുക, ബാക്കിയുള്ളവരിങ്ങനെ ചുറ്റും നോക്കി നിൽക്കുക. എല്ലാവരും ഞാനെന്തൊരു കൗതുക സാധനം പോലെ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ, ഞാൻ മുഖത്ത് നോക്കുമ്പോൾ ഒരു ചിരിക്കും നല്ല രീതിയിൽ അവർ ഇങ്ങനെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് അവർക്ക് അറിയേണ്ടത്. എല്ലാവരും വരുന്നു, റൂം തുറക്കുന്നു, എന്നെ നോക്കുന്നു, പുറത്തു പോകുന്നു, വരുന്നു, പുറത്തു പോകുന്നു, അങ്ങനെയാണ്. പിന്നെ ഇവർ താലിബാനാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരേ ഫുഡ് കഴിക്കലും അവരോട് കഥ പറയലും. അപ്പോൾ അവിടെയും ചെന്നപ്പോഴും ഇവർ ഉറുദു ഹിന്ദിയാണ് സംസാരിക്കണേ. അവിടെ പിന്നെ ഞാൻ ഈ വിഷയം എടുത്തിട്ട് ഞങ്ങൾ സൗത്ത് ഇന്ത്യ ഇത് പറയലാണ് എൻ്റെ മെയിൻ പരിപാടി. ഈ കഥ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് വേഗം കണക്റ്റ് ആക്കാം നമ്മൾക്ക്. അപ്പോൾ അവർ ഓരോ കൂട്ടത്തിലുള്ള ഒരാളാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു, നമ്മൾ അതേപോലെ ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ അവിടെ ലീഡറായിട്ട് ഒരു ഇൻ്റർവ്യൂ രീതിയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പം ഞാൻ പുള്ളീനോട് ചോദിച്ചു, ഞാൻ ഒരു കമാൻഡിങ് ഓഫീസറോട് ഇപ്പോൾ ഇവിടെ ഒരു IAS ഓഫീസറെ റൂമിൽ കയറിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് തോക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന്. ഞാൻ അയാളോട് ചോദിക്കുക, നിങ്ങളെ തോക്കൊക്കെ എവിടെയാണ്, തോക്കൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വലിയ ചിരിച്ചില്ല. അയാൾ പറഞ്ഞ്
തോക്കൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഓക്കെ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ അയാളെ അവിടെയുള്ള എല്ലാ ചെറിയ ചെറിയ ഓഫീസേഴ്സും കൂടെ എൻ്റെ കൂടെ ഇറങ്ങി. അവരെ ഓഫീസേഴ്സ് എന്നാണോ എന്താണെന്ന് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം അവരെൻ്റെ കൂടെ ഇറങ്ങി, ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു തോക്കെന്ന് പറഞ്ഞു. അപ്പം അവരെന്നെ നേരെ ആ ചെക്ക് പോസ്റ്റിന് അവിടെ 2 ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ രാത്രിയാണ് എനിക്ക് തോക്കെടുത്ത് തന്ന് എന്താ കൽഷിങ്കോഫ് AK-47 ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തോക്കിങ്ങനെ കറക്റ്റ് കൈകൊണ്ട് പിടിക്കുന്നതും ഞാൻ നേരെ എടുത്തിട്ട് ഇങ്ങനെ അയാളെ നേരെ ചൂണ്ടുന്നത്. എനിക്കറിയില്ല. അവൾ അയാളെ ഒരിക്കലും പിന്നെ തോക്ക് മുഖത്തോട്ട് ഉണ്ടല്ല താഴോട്ട് ചൂണ്ടണമെന്ന് പറഞ്ഞ് ഓക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി അവരുടെ അടുത്ത് കൊടുത്ത്. അപ്പം എൻ്റെ മൈൻഡിലുള്ളതെല്ലാം പോയി. താലിബാൻ ഭയങ്കര പ്രശ്നക്കാരാണ് ഇതാണെന്നൊക്കെ ഉള്ള. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി, ഒരു സീനും ഇല്ല. ഞാൻ വേറെ റൂമിൽ വന്ന് അപ്പോൾ ആ പേടി അങ്ങോട്ട് പോയി. താലിബാൻ എന്നുള്ള പേടി അന്നത്തോടു കൂടി അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്ന് അവിടെയുള്ള അവർ വന്ന് അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് താലിബാൻ്റെ കൂടെ പകൽ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു ഓക്കെ. അങ്ങനെ പകൽ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ പോയ കുറച്ച് ഹിന്ദി വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് കാര്യം ചോദിച്ചിട്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് പിന്നെ താലിബാൻ്റെ ആൾക്കാരുണ്ട്, താലിബാൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്, പിന്നെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവിടെ പോയ വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പോകുന്നു. അവരുടെ അടുത്ത് പോയിട്ട് അവരെ കണ്ടുപിടിക്കുന്നു. അവരൊരു പള്ളിക്ക് 4 ഗേറ്റ് ഉണ്ട്. അതിൽ ഒരു ഗേറ്റിൻ്റെ ഒരു ഓഫീസറാണ് പുള്ളി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ആദ്യം പുള്ളി എന്നോട് ചിരിച്ചൊന്നുമില്ല, കുറച്ച് റഫിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്താ ഇപ്പോൾ നിനക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കണം, തോക്കൊക്കെ എടുത്ത് വീഡിയോ എടുക്കണം. അങ്ങനെ ഞാൻ പുള്ളിയോട് സംസാരിച്ച് തുടങ്ങുകയാണ്. പുള്ളി അപ്പോൾ എന്നോട് പറഞ്ഞ് ഫസ്റ്റ് കേസ് പുള്ളി പറഞ്ഞത് ഒരു കാരണവശാലും നെഗറ്റീവായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല പറഞ്ഞു വീഡിയോയിൽ. പുള്ളി എന്നോട് ചോദിച്ച ചോദ്യം എമിഗ്രേഷൻ മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഒരു കുഴപ്പമില്ല, എല്ലായിടത്തും എന്നെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതുപോലെ തന്നെ വീഡിയോയിൽ പറ്റുമെങ്കിൽ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് കൂടി മനസ്സിലാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്ത്. എൻ്റെ പൊട്ട ഇംഗ്ലീഷ് കാരണമായിരിക്കും കുറേ മിസ്റ്റേക്ക് പറ്റിയതിൽ. അതൊക്കെയാണ് പിന്നീട് ഭയങ്കര പ്രശ്നമായി മാറിയത്. അങ്ങനെ ഞാൻ പുള്ളീനോട് ചോദിക്കുന്നുണ്ട്. പുള്ളി ആദ്യം ഞാൻ പറഞ്ഞ് പിന്നെ വീഡിയോനൊരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഒരു തോക്ക് കൊണ്ട് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി കൽഷിങ്കോഫും ഒരു M4 കൊണ്ട് തന്നിട്ട് പറഞ്ഞ് ഇത് അമേരിക്കയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഇത് റഷ്യയിൽ നിന്നുണ്ടാക്കിയ പിന്നെ കൽഷിങ്കോഫാണെന്നൊക്കെ പറഞ്ഞ് അത് രണ്ടും ഞാൻ മുന്നിലൊക്കെ വെച്ച് അത് വെച്ച് കളിക്കുന്നു. അങ്ങനെ ഞാൻ പുള്ളിനോട് ചോദിക്കാം വേറെ തോക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് 2 മെഷീൻ ഗണ്ണും വേറെ കുറേ തോക്കൊക്കെ ആയിട്ട് വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പിന്നെ മെഷീൻ ഗണ്ണും ഇതൊക്കെ പിടിച്ച് വീഡിയോസൊക്കെ എടുക്കുന്നു. മെഷീൻ ഗണ്ണൊക്കെ കയ്യിൽ കയറ്റി. മെഷീൻ ഗണ്ണൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ അവർക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വെള്ളമൊക്കെ മേടിച്ച് കൊടുത്ത് അതിനുശേഷം അവിടുത്തെ ആ ചടങ്ങ് അവിടെ കഴിഞ്ഞ്. അതോടുകൂടി എൻ്റെ മെയിൻ ലക്ഷ്യം അഫ്ഗാനിസ്ഥാനിൽ വന്ന് മെയിൻ ലക്ഷ്യം തീർന്ന്. അപ്പം ഇവരൊക്കെ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നീട് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഓഫീസറായാലും നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആവുന്നു, എല്ലാ കഥയും പറയുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നോ, പേടിക്കണ്ട, നിങ്ങൾ പിന്നെ ഒരു കുഴപ്പമില്ല, നിങ്ങളിൽ ലെറ്റർ ഇല്ലേ, പിന്നെ പാസ്പോർട്ടില്ലേ, എല്ലായിടത്തും കാണിച്ചാൽ മതി, ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെയാണ് ഞാൻ അവിടുന്ന് മസാരി ഷെരീഫിൽ നിന്ന് കാബൂൾ എന്ന് പറയുന്ന ഇവരെ ക്യാപിറ്റലിലോട്ട് കയറുന്നത്, ടാക്സി കയറുന്നത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഏകദേശം 16 മണിക്കൂർ എടുത്ത് ഞാൻ കാബൂളിലെത്താൻ വേണ്ടി ടാക്സി, രാത്രി മുഴുവൻ ടാക്സിയിലായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞാൻ കാബൂളിലെത്തുന്നത്. കാബൂളിൽ എനിക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളാരുമില്ല. അപ്പം എനിക്കൊരു ചെറിയൊരു പേടി. അപ്പോൾ അവിടുത്തെ ആൾക്കാരും, ഞാനൊരു ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി പോയപ്പം എന്നെ എമിഗ്രേഷനിൽ പോലും എൻ്റെ ബാഗും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടില്ല. ആ ഹോട്ടലിൽ ഉടമ എൻ്റെ ബാഗ് ഫുള്ള് ചെക്ക് ചെയ്താലേ റൂം തരുള്ളൂ എന്ന് പറഞ്ഞ്.
അപ്പോൾ ഞാൻ ഓൾറെഡി ടയേർഡാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ ബാഗൊക്കെ തുറന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് ഞാൻ ആരാണ് എന്താണ്, അയാളെ വിചാരം ഞാൻ ഏതോ ഒരു മീഡിയക്കാരനാണെന്ന്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്ത് യൂട്യൂബറാണ്, അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഞാൻ എന്നുള്ളത്, പിന്നീട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ലെറ്റർ കാണിച്ചു കൊടുത്ത് എന്നാലും അവർക്കൊരു ഇത് ഡൗട്ട്. അങ്ങനെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ ഞാൻ അവിടെ ഒരു ദിവസം മാത്രമേ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ഞാൻ അവിടുന്ന് ബസ് കയറി ഹെറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എനിക്ക് പിന്നെ പോകാനുള്ളത് ഇറാനിലോട്ടാണ്, അവിടുന്ന് പിന്നെ ഇറാഖിലോട്ട്. അപ്പം ഞാൻ നേരെ അവിടുന്ന് ഹെറാത്തിലോട്ട് വരികയാണ്. ഹെറാത്തിലോട്ട് ബസ് കയറി വന്ന് ഇവിടെയാണ് ഒരു ചേഞ്ച് വരുന്നത് കേട്ടോ. ഹെറാത്തിൽ വന്നപ്പം അവിടെ എനിക്ക് കൗച്ച് സർഫിംഗ് ആയിട്ട് ഒരു പെൺകുട്ടീനെയാണ് കിട്ടിയത്. അതായത് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ മീറ്റ് ചെയ്യുന്ന ഏക പെൺകുട്ടി ഈ പെണ്ണാണ്. ഹെറാത്തിലുള്ള ഓളെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ആ പെണ്ണിനാണ് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ ആക്കോട് മീറ്റ് ചെയ്ത ഒരു പെൺകുട്ടി. അപ്പം അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വന്ന കുന്ദൂസിൻ്റെയും ആ ഒരു സ്റ്റേറ്റും ഹെറാത്തും എന്ന് പറഞ്ഞ സ്റ്റേറ്റും തമ്മിലുള്ള അന്തരമാണ്. ഇവിടെ പെൺകുട്ടികൾക്ക് മുഖം മറയ്ക്കേണ്ട, വണ്ടി ഓടിക്കാം, കാർ ഓടിക്കാം, സ്കൂട്ടർ ഓടിക്കാം, എന്തും ചെയ്യാം, അത്രയും ഫ്രീഡമാണ്. ഒരേ രാജ്യം, ഒരു സ്റ്റേറ്റിൽ ഫ്രീഡം കുറവാണ്, ഒരു സ്റ്റേറ്റിൽ ഭയങ്കര ഫ്രീഡമാണ് അവിടുത്തെ. അപ്പോൾ ഹെറാത്തിൽ ഭയങ്കര ഫ്രീഡം. എൻ്റെ കൂടെ അവൾ വീഡിയോ എടുക്കാൻ വരുന്നു, താലിബാൻ്റെ ആൾക്കാരെ കാണാനില്ല, അപ്പോൾ ആരും ചോദ്യം ചെയ്യാനില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുമില്ല. ഇതേ കാര്യം ഞാൻ കുന്ദൂസിലാണെങ്കിൽ ഓരെന്നെ പിന്നെ പിടിച്ചുകൊണ്ടിട്ടുണ്ടാവും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പം ആ പ്രശ്നമൊന്നും ഇവിടെ വരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു ദിവസം കറങ്ങുകയാണ്, അവളെ കൂടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ അഫ്ഗാനിസ്ഥാൻ യാത്ര നിൽക്കുന്നത്. ഏകദേശം 6 ദിവസമാണ് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്തതും ടോട്ടൽ. അങ്ങനെ എൻ്റെ ഒരാഴ്ചത്തെ അഫ്ഗാനിസ്ഥാൻ യാത്ര അവിടെ അവസാനിക്കുകയാണ്. ഞാൻ പേടിച്ചുകൊണ്ട് പോയ ഒരു രാജ്യം പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് രാജ്യമായിട്ട് മാറുകയാണ്. കാരണം അവിടുത്തെ ആൾക്കാരെ നമ്മളോടുള്ള പെരുമാറ്റം, അവരോട് എനിക്ക് താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു, അതിന് ഞാൻ യോജിക്കുന്നൊന്നുമില്ല. പക്ഷേ അവിടുത്തെ ആൾക്കാർ നമ്മളോട് പെരുമാറുന്ന രീതിയും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പം അത് വെച്ചിട്ട് അവൻ താലിബാനായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തത് അത് സംഭവിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ് ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പം ഭയങ്കര വലിയ വിഷയമായി. പിന്നെ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് കോൾ വരും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേഷനിലൊക്കെ പോകുന്നത് ഇവിടെ വന്നതിന് ശേഷം, ഇന്ത്യയിൽ വന്നതിന് ശേഷം സ്റ്റേഷനിൽ പോയി ചോദ്യങ്ങൾ ചെയ്തു. തന്നെ ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് ഇന്ത്യയിൽ വന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ തന്നെ പിടിച്ചു ഏകദേശം 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. അവിടെ എന്തിനു പോയി എന്നുള്ള ചോദ്യങ്ങൾ. കാരണം ഞാൻ പിന്നെ താലിബാനെ പ്രൊമോട്ട് ചെയ്യാണ്, താലിബാനോട്ട് ആളെ സ്വീകരിക്കുകയാണെന്നൊക്കെയാണ് വീഡിയോസിൽ ഞാൻ പറയുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം സിമ്പിളായിട്ട് പറഞ്ഞു. നിങ്ങൾ വേറെ ഏതൊരു യൂട്യൂബേഴ്സിൻ്റെ നോക്കിയോ അഫ്ഗാനിസ്ഥാനിൽ പോയത് എല്ലാവരും പോസിറ്റീവായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. നിങ്ങൾ താലിബാൻ എന്നുള്ള ഒരു പിക്ചർ മാത്രമാണ് അഫ്ഗാനിസ്ഥാനിൽ വെച്ചത്. വെസ്റ്റേൺ മീഡിയ തന്നത് അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ച് വെച്ചതല്ല, മീഡിയയിൽ കാണുന്നത് മാത്രമല്ല സത്യം. ഇത് നേരെ പോയിട്ട് നിങ്ങൾ അനുഭവിക്കുക, അപ്പം മനസ്സിലാവും. നേരിട്ട് ടൂറിസ്റ്റായിട്ട് പോവല്ല, ഒരു ട്രാവലറായിട്ട് പോകണം. ടൂറിസ്റ്റും ട്രാവലറും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ടൂറിസ്റ്റിന് പറഞ്ഞാൽ അവന് ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഇത്ര ദിവസത്തെ ഉണ്ട്, എവിടെയൊക്കെ കറങ്ങണം എന്ന് അവനറിയാം. ട്രാവലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഡെസ്റ്റിനേഷൻസ് ഇല്ല. അവനവിടെ പോയി യാത്ര ചെയ്യുന്നു, അനുഭവിക്കുന്നു, അതിങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് യാത്ര ചെയ്യുന്നു, അടുത്ത സ്ഥലത്തോട്ട് യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ രാജ്യത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലും പച്ചയായിട്ട് മനസ്സിലാവും. അവിടുത്തെ ലോക്കൽസിനെ മീറ്റ് ചെയ്യാതെ ആ രാജ്യത്തിൻ്റെ കൾച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. അപ്പം അഫ്ഗാനിസ്ഥാനിൽ പോകണോ വേണ്ടോ എന്നുള്ള എന്നോട് ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ ഒരു അഭിപ്രായങ്ങളും പറയത്തില്ല. അത് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാവും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുക. പോകുന്നവർ മനസ്സിലാക്കുക, അഫ്ഗാനിസ്ഥാനിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും, എന്തിനു പോയി എന്നുള്ളത്. കാരണം ഇന്ത്യ ഒരു അലേർട്ട് ലിസ്റ്റുള്ള കൺട്രിയാണ് അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കുക, പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ടാണ് എനിക്ക് ചോദ്യങ്ങൾ ചെയ്തപ്പോൾ എനിക്കൊരു സോഴ്സ് ഉണ്ട് കാണിക്കാൻ. ഞാൻ യൂട്യൂബിന് വേണ്ടിയാണ് പോയത്. ഒരു സാധാരണക്കാരൻ ഇപ്പം പോവുകയാണെങ്കിൽ അവന് വലിയ പ്രശ്നങ്ങൾ വരും. അപ്പം ഏറ്റവും നല്ലത് നിങ്ങളിപ്പം അങ്ങോട്ടൊന്നും യാത്ര ചെയ്യാതിരിക്കുക. അപ്പം അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ഇറാനിലോട്ടാണ്. ഇറാൻ വിസ കാര്യങ്ങളൊക്കെ നമ്മൾ എംബസി ത്രൂ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനെല്ലാം ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന ദിവസം ഞാൻ അങ്ങോട്ടേക്ക് പോകും, എനിക്ക് ടാക്സി കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി. എല്ലാവരും പറഞ്ഞു ടാക്സി ഫുള്ളാണ്, ബസ്സെല്ലാം ഫുള്ളാണെന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ എമിഗ്രേഷനിൽ എത്തിയപ്പോൾ ഉണ്ട്, എമിഗ്രേഷനിൽ ഏകദേശം 400-500 പേര് ഒരേ സമയത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. വലിയ എമിഗ്രേഷൻ ഓഫീസാണ്, അതിൽ 500-600 പേര് ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പോഴാണ് അവിടെ നിന്ന് എല്ലാവരും പറയുന്നത് എല്ലാവരും കർബല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. ഇറാഖിൽ കർബല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് സിയാറത്തിന് വേണ്ടി പോകാമെന്ന് പറയും.
അപ്പം അതിനെക്കുറിച്ച് അന്ന് എനിക്ക് ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ അന്ന് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പാസ്പോർട്ടിന് അന്നൊരു റെസ്പെക്റ്റ് കിട്ടിയ ദിവസം അന്നായിരുന്നു എനിക്ക്. കാരണം എൻ്റെ ടാക്സി ഡ്രൈവർ, ഞാനൊരു ടൂറിസ്റ്റാണ്, എനിക്ക് ഇവിടുത്തെ ഭാഷയൊന്നും മനസ്സിലാവില്ല എന്ന് കണ്ടിട്ട് പുള്ളി എന്താക്കി, ഈ 400 പേര് ക്യൂവിൽ നിൽക്കുന്നിടത്ത് ഇങ്ങനെ എന്നെ മാത്രം മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു എമിഗ്രേഷൻ ഓഫീസ് തുടങ്ങാനായിട്ട് മുന്നേ ഒരാളിങ്ങനെ തോക്കും പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിനോട് ചോദിക്കുകയാണ്, ഇയാൾ ടൂറിസ്റ്റായിട്ട് വന്നതാണ്, അപ്പം ഇയാളൊന്ന് കിടത്തി വിടുമെന്ന് ചോദിച്ചു. അപ്പം എവിടുന്നാന്ന് ചോദിച്ചപ്പം ഇന്ത്യ എന്ന് പറഞ്ഞപ്പം ഓക്കെ, താലിബാൻ്റെ ആൾക്കാരാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം നേരെ എന്നോട് പറഞ്ഞു നേരെ വിട്ടോന്ന് പറഞ്ഞു. ഞാൻ നേരെ എമിഗ്രേഷൻ, അത് അപ്പോഴത്തേനും അവിടെ കുറച്ചൊരു കശപിശയായി. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേര് ക്യൂ നിൽക്കുന്നത്, എന്നെ മാത്രം ഉള്ളിൽ കയറ്റി വിടുന്നത്. അപ്പോൾ എനിക്കെന്നെ മനസ്സിൽ തോന്നി ഞാൻ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ അയാൾ പറഞ്ഞു നിനക്ക് ഭാഷയൊന്നും അറിയില്ലല്ലോ, പിന്നെ ആര് സഹായിക്കും എന്നുള്ള രീതിയിൽ അയാൾ എന്നെ പോയി, ഞാനും ആ ഡ്രൈവർ കൂടെ ചെന്ന് അങ്ങനെ അയാളെൻ്റെ പാസ്പോർട്ട് നോക്കി പെട്ടെന്ന് തന്നെ സീൽ ചെയ്തിട്ട് പറഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ ഞാൻ പോകുന്നത് ഇറാനിലോട്ടാണ്. ഞാനവിടെ പോയപ്പം ഇതേ ആൾക്കാരാണല്ലോ, ഈ ഇത്രയും എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണല്ലോ എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ക്യൂവിൽ 400-500 പേര് നിൽക്കുന്നത്. ക്യൂ ആണെങ്കിൽ അനങ്ങുന്നേയില്ല. അപ്പം എൻ്റെ ടാക്സി ഡ്രൈവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ VIP എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ കൗണ്ടർ ഉണ്ട്. സാധാ ഇമിഗ്രേഷൻ കൗണ്ടറും എന്നെ വരെ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല, VIP എമിഗ്രേഷൻ കൗണ്ടറും. അപ്പോൾ ഞാനൊരു 1/4 മണിക്കൂർ നിന്ന് ടയേർഡായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ VIP എമിഗ്രേഷൻ കൗണ്ടറിൽ പോകാം. ഏകദേശം 3 ലക്ഷം റിയാലാണ് കൊടുക്കേണ്ടത്. അതായത് 3 ലക്ഷം ഇറാനി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ പൈസ 500 രൂപ അല്ലെങ്കിൽ 300 രൂപ ഇതിൻ്റെ ഇടയിൽ വരും. അത് കൊടുക്കാമെന്ന് വിചാരിച്ചു, എന്തിനാ മണിക്കൂറോളം കാത്തിക്കുന്നത്. അങ്ങനെ ഞാൻ അപ്പുറത്ത് പോയപ്പോഴും VIP-യിലും അതിനും വലിയ ക്യൂ. പക്ഷെ VIP-യിലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ ഇരിപ്പിടമുണ്ട്, AC ഉണ്ട്, അവർ നമുക്ക് ഫ്രീ ആയിട്ട് ചായ ബിസ്ക്കറ്റ് ചെറിയ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുതരും. പക്ഷെ അവിടെയും തിക്കും തിരക്കുമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് പ്രോപ്പറായിട്ടൊരു ഇൻ്റർനെറ്റ് സംവിധാനം ഇറാനില്ല. അപ്പം ഇവരെ ഇതൊക്കെ ജാമാണ്, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവരെ പ്രോപ്പറായിട്ട് നമ്മൾ വന്നതും പോകുന്നതൊക്കെ ഇവർക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ, അതിന് കമ്പ്യൂട്ടേഴ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഇത്രയും വലിയ ക്യൂ ആയിട്ടുള്ളത്. അങ്ങനെ അവിടെ 1.5-2 മണിക്കൂർ നിന്നതിന് ശേഷമാണ് അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നത്. പിന്നെ ഇറാനിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം യൂറോപ്പ് ആയാലും അമേരിക്കയൊക്കെ ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ രാജ്യത്തോട്ട് അവർക്കൊന്നും ഒരു ഹെൽപ്പും കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇറാൻ്റെ വിസയൊന്നും പാസ്പോർട്ടിൽ അടിക്കാൻ പാടില്ല. അപ്പം നമുക്കൊരു വിസ പേപ്പർ ഉണ്ടാവുമല്ലോ, എനിക്ക് ആദ്യം അതിലടിച്ചു തന്ന് വിസ എന്നാൽ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് പറ്റില്ല, എനിക്ക് എൻ്റെ രാജ്യത്ത് പോകുമ്പോൾ ചോദിക്കും നീ ഇറാനിൽ പോയിട്ടുണ്ട് പക്ഷെ നിൻ്റെ ഇതെവിടെ സ്റ്റാമ്പ് എവിടെ, എൻട്രി സ്റ്റാമ്പ് എവിടെയെന്ന് ചോദിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒപ്പിട്ട് സീലടിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എമിഗ്രേഷൻ ഓഫീസർ നീ എന്താ വെച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ട് സീലടിച്ചു തന്നു. ഓക്കെ, പിന്നീടാണ് എനിക്കറിയുന്നത് ഇന്ത്യക്കാരൊന്നും പോകുമ്പം ഇറാനിൽ നിന്ന് സീലടിക്കാറില്ല പാസ്പോർട്ടിൽ നിന്ന്. അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഞാൻ അവിടുത്തെ ഫസ്റ്റ് ടൗണായ മഷാദിലോട്ടാണ് പോകുന്നത്. മഷാദും പിന്നെ അവിടെ ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മഷാദ് ഇറങ്ങി അവിടെ നിന്ന് നേരെ ഞാൻ തെഹ്റാനിലോട്ട് പോയി. കുറച്ച് ദിവസമൊക്കെ ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെഹ്റാനിലെത്തുമ്പോഴാണ് ഒരു ബസ്സും അവൈലബിൾ അല്ല, ഒരു സിറ്റിയിലോട്ടും ബസ് കിട്ടാനേ ഇല്ല. അപ്പം അന്വേഷിച്ച് വന്നപ്പോഴാണ് എല്ലാവരും പറയുന്നത് ബസ്സെല്ലാം ബോർഡറിലോട്ട് പോവാണ്. അപ്പോൾ എന്താണ് കാര്യം ചോദിച്ചപ്പം ഇറാഖിൽ ഇപ്പം കർബല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സിയാറത്ത് നടക്കുന്നുണ്ട്. ഇമാം അലി ഹുസൈൻ്റെ സിയാറത്ത് സ്ഥലത്തോട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് കേട്ടപ്പോൾ ഓക്കെ, ഞാൻ എന്താണെന്നുള്ള യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പം ഭയങ്കരമായിട്ടുള്ള ജനങ്ങൾ ഫുള്ള് ബ്ലാക്കൊക്കെ ധരിച്ച് ചളിയൊക്കെ തടിച്ച് തെറിപ്പിച്ച് വൻ ഒരു പരിപാടി. അപ്പം തന്നെ വിസ എടുക്കണം പോകണം എന്ന് മനസ്സിൽ കരുതി. ആ സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിലൊക്കെ എനിക്ക് ഒരു പെണ്ണിനെ പരിചയം ഉണ്ടായിരുന്നു, അതായത് കൃതി കുമാരി എന്ന് പറഞ്ഞിട്ട്. അപ്പം ബീഹാറുകാരി വേറൊരു യൂട്യൂബർ, അവളും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇറാനിൽ.